ശ്രീ ആർ വി ബാബു, ഏതാനും മാസം മുമ്പ് മുഷാവറ യോഗം കൂടി കാന്തപുരം AP വിഭാഗം പൊതു ഇടങ്ങളിൽ പുരുഷന്മാരോടൊപ്പം മുസ്ലിം സ്ത്രീകൾ വ്യായാമം ചെയ്യുന്നതിലെ പ്രതിഷേധം പ്രകടിപ്പിച്ചിരുന്നു. ഇപ്പോഴിതാ ഒരു പൊതുവേദിയിലാണ് കാന്തപുരം മുസല്ലിയ സ്വരം കടുപ്പിച്ച് നിലപാട് ആവർത്തിച്ചിരിക്കുന്നത്. സ്ത്രീ പുരുഷ കൂടിച്ചേരൽ ഒഴിവാക്കണം എന്ന അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപനം നടപ്പുള്ള കാര്യമാണോ? അനിൽ നമ്പ്യാർ, അത് നടപ്പുണ്ടോ ഇല്ലേ എന്നുള്ളത് വേറൊരു വിഷയമാണ്. ഇപ്പോൾ കേരളത്തിലോ അല്ലെങ്കിൽ നമ്മുടെ ഭാരതത്തിൽ ഒക്കെ സ്ത്രീ പുരുഷ അനുപാതം ഏകദേശം സ്ത്രീകൾ പുരുഷന്മാരെക്കാൾ കൂടുതലാണ്. അവർ പല രംഗങ്ങളിലും പുരുഷന്മാരെക്കാൾ വലിയ തോതിൽ മുന്നോട്ട് വരികയും വലിയ തോതിൽ അവർ പുരോഗമനപരമായ രീതിയിൽ തന്നെ ലോകത്തിന് തന്നെ മാതൃകയാക്കുന്ന തരത്തിൽ ഭരണരംഗത്ത് പോലും തിളങ്ങി നിൽക്കുന്ന ഒരു സാഹചര്യം സ്ത്രീകളുടെ കാര്യങ്ങളിൽ ഉണ്ട്. അതുകൊണ്ട് അത് നടപ്പുള്ള കാര്യമാണോ എന്നുള്ളത് വേറൊരു വിഷയമാണ്. ഇവിടെ അടിസ്ഥാനപരമായ പ്രശ്നം ഇസ്ലാം സ്ത്രീ സമൂഹത്തെ എങ്ങനെ കാണുന്നു എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. ഇസ്ലാമിൻ്റെ സമീപനം അല്ലെങ്കിൽ ഇസ്ലാം സ്ത്രീകളോടുള്ള സമീപനം എന്താണോ അതാണ് അക്ഷരം പ്രതി തെറ്റില്ലാതെ ശ്രീ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞത്. അത് കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ തെറ്റല്ല. കാന്തപുരം അബൂബക്കർ മുസ്ലിയാരായാലും ആ സ്ഥാനത്ത് ഇസ്ലാമിക പണ്ഡിതന്മാരാരായാലും ശരി, ഇസ്ലാമിൽ സ്ത്രീകൾ എങ്ങനെയാണ് എന്നതിനെക്കുറിച്ച് പറയുമ്പോൾ അവർക്ക് ഇങ്ങനെ പറഞ്ഞേ മതിയാകൂ. കാരണം ഇസ്ലാം സ്ത്രീകളെ സംബന്ധിച്ചുള്ള സമീപനത്തിൽ സ്ത്രീകൾക്ക് വളരെ വലിയ റിസർവേഷൻ ഉണ്ട്. ഇസ്ലാമിനകത്ത് റിസർവേഷൻ അല്ല, റെസ്ട്രിക്ഷൻസ് ഉണ്ട്, നിയന്ത്രണങ്ങളുണ്ട്. കടുത്ത നിയന്ത്രണങ്ങൾക്ക് വിധേയമായിട്ടാണ് സ്ത്രീകൾ ഇസ്ലാമിനകത്ത് ജീവിക്കുന്നത്. അപ്പോൾ അത് കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ ഇപ്പോൾ ഇന്നു മുതലല്ല, പല സന്ദർഭങ്ങളിലും ഇത് പരസ്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പല മുസ്ലിം സംഘടനകളും അതവരുടെ സംഘടനകൾക്കുള്ളിൽ നടപ്പാക്കുകയും ചെയ്യുന്നുണ്ട്. കാന്തപുരം അബൂബക്കർ മുസ്ലിയാരെ വിമർശിക്കുന്നു എന്ന് പറയുന്ന മുസ്ലിം സംഘടനകൾ പോലും അവരുടെ സമ്മേളനങ്ങളിലൊക്കെ നമ്മൾ കാണുന്നു. ഇപ്പോൾ മുസ്ലിം ലീഗ്, നമുക്ക് ലീഗിനെ കുറിച്ച് പറയുമ്പോൾ കുറേ കൂടി ഒരു ലിബറൽ സ്വഭാവത്തോടെ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ജനാധിപത്യ സമൂഹത്തിൽ ഇടപെട്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് മുസ്ലിം ലീഗ് എന്നൊക്കെ നമ്മൾ പറയുമ്പോഴും ലീഗിൻ്റെ ഇപ്പം ഈ തവണയാണ് ലീഗ് അവർ മത്സരിക്കാൻ ഒരു സീറ്റ് ഒരു സ്ത്രീക്ക് കൊടുത്തത് നമുക്കറിയാം. പണ്ടെങ്ങാണ്ട് കൊടുത്തിട്ടുണ്ടോ എന്നുള്ളതിനെക്കുറിച്ച് ഒരു ചർച്ചയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഏതായാലും കഴിഞ്ഞ ഒരു 10, 40, 50 വർഷത്തിനിടയ്ക്ക് നമുക്ക് ഒരു സ്ത്രീയെ മത്സരിക്കാൻ നിയമസഭാ മണ്ഡലത്തിൽ ഒരു സീറ്റ് കൊടുത്തത് ഇത്തവണയാണ്. അപ്പോൾ അതാണ് സ്ത്രീകളോടുള്ള സമീപനം. മാത്രമല്ല, ഇപ്പോൾ വനിതാ സമ്മേളനം എന്ന് പറഞ്ഞ വനിതാ ലീഗിൻ്റെ സമ്മേളനം നടക്കുമ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട് പലപ്പോഴും അതിൻ്റെ ഫ്ലെക്സ് ബോർഡിൽ, ആ സമ്മേളനത്തിൻ്റെ ഫ്ലെക്സ് ബോർഡിലൊക്കെ നിറഞ്ഞു നിൽക്കുന്നത് പുരുഷന്മാരാണ്. അതിൽ പേരിന് പോലും ഒരു സ്ത്രീയെ ബോർഡിൽ കാണില്ല, വേദിയിലും കാണില്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണ് സാധാരണ ലീഗ് പോലുള്ള സംഘടന പോലും സ്ത്രീകളോടുള്ള സമീപനം, അവർ പൊതുരംഗത്ത് വരാൻ പാടില്ല, പൊതു ഇടങ്ങളിൽ അവർ പ്രദർശിപ്പിക്കപ്പെടാൻ പാടില്ല, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് നിബന്ധനകൾ ഇസ്ലാമിനകത്ത് സ്ത്രീകൾക്കുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു വരണ്ട ജീവിതം നയിക്കാൻ വിധിക്കപ്പെട്ട ഒരു സമൂഹമാണ് ഇസ്ലാമിനകത്തെ സ്ത്രീകൾ. അവർക്ക് കലയില്ല, സാഹിത്യമില്ല, സിനിമ ആസ്വദിക്കാൻ അവകാശമില്ല, നാടകം ആസ്വദിക്കാൻ അവകാശമില്ല, പാട്ട് ആസ്വദിക്കാൻ അവകാശമില്ല. പൊതുരംഗത്ത് ഒരു സ്ത്രീയുടെ സ്വസിദ്ധമായ കഴിവുകൾ പ്രദർശിപ്പിക്കാനായിട്ടുള്ള എല്ലാ അവകാശങ്ങളും നിഷേധിക്കപ്പെട്ട് വീടിനുള്ളിൽ കുട്ടികളെ നോക്കുക, പ്രസവിക്കുക, കുട്ടികളെ നോക്കുക എന്നതിനപ്പുറത്തേക്ക്, കുടുംബം നോക്കുക എന്ന ആ ഒരു കാര്യത്തിനപ്പുറത്തേക്ക് അവരുടെ ഒരു സ്ത്രീയുടെ, ഒരു മനുഷ്യൻ എന്നത് എൻ്റെ അടിസ്ഥാനത്തിൽ ഒരു സ്ത്രീയുടെ അവരുടെ സർഗാത്മകത പ്രകടിപ്പിക്കുന്നതിന് എല്ലാവിധത്തിലും തടസ്സമായിട്ട് നിൽക്കുന്ന ഒരു മതമായിട്ടാണ് ഇസ്ലാം മതം ലോകത്തറിയപ്പെടുന്നത്. എന്നാൽ ഇസ്ലാം മതം ഔദ്യോഗിക മതമായി സ്വീകരിച്ചിട്ടുള്ള പല രാജ്യങ്ങളും അങ്ങനെയല്ല പെരുമാറുന്നത്. അത് നമ്മൾ മനസ്സിലാക്കുകയും വേണം. ഇപ്പോൾ ഇറാൻ പോലുള്ള ചില രാജ്യങ്ങൾ ഹിജാബ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിൽ കടുത്ത നിയന്ത്രണം കൊണ്ടുവന്ന് സ്ത്രീകൾക്ക് വലിയ തോതിലുള്ള നിയന്ത്രണം കൊണ്ടുവരുന്നു. താലിബാൻ ആണെങ്കിൽ തൊട്ട അയൽവക്കത്തെ പുരുഷൻ ഈ വീട്ടിലേക്ക് നോക്കാതിരിക്കാൻ എല്ലാ വീടുകളിലെയും ജനലും വാതിലും ഒക്കെ അടച്ചിടണം. ജനല് പറ്റില്ല എന്ന് തന്നെയാണ് കഴിഞ്ഞ ദിവസം താലിബാൻ ഒരു മന്ത്രി പറഞ്ഞിരിക്കുകയാണ് പിന്നെ പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകണമെന്ന്. അവിടെ പോലും മാറ്റം വരുന്നു. ഇപ്പോൾ സൗദി അറേബ്യ നോക്കൂ,
സൗദി അറേബ്യ മാറ്റത്തിൻ്റെ പാതയിലാണ്. പക്ഷേ ഇവിടെ ചില മതപണ്ഡിതർ ഇങ്ങനെയാണ് ഉദ്ബോധിപ്പിക്കുന്നത്. അല്ല, താലിബാന്റെ മാറ്റം അത് ഈ താലിബാൻ ഒരു ഭരണകൂടവും കൂടിയാണല്ലോ. അന്താരാഷ്ട്ര സമ്മർദ്ദം താലിബാൻ ഭരണകൂടത്തിൻ്റെ മേലുണ്ടാകും. പക്ഷെ താലിബാന്റെ വിദ്യാഭ്യാസം ഏത് വിദ്യാഭ്യാസമാണ് അവർ കൊടുക്കാൻ പോകുന്നത്? അതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കേണ്ടി വരും. അവർ കൂടുതൽ തീവ്രമായ ഇസ്ലാമിക നിയമത്തിൽ കുട്ടികളെ പഠിപ്പിക്കുകയാണോ നമുക്ക് അറിഞ്ഞുകൂടാ. ഏതായാലും അത് കാത്തിരുന്ന് കാണേണ്ടതാണ്. പക്ഷേ നിലവിൽ സ്ത്രീകളോടുള്ള അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്നു എന്നുണ്ടെങ്കിൽ തന്നെ ആ വിദ്യാഭ്യാസം കൊടുക്കുന്ന സ്ഥാപനങ്ങൾ, അതിൽ സ്ത്രീകളുടെ സ്ഥാനം എന്താണ്? അവര് കുട്ടികളോടൊപ്പം മിങ്കിൾ ചെയ്തിട്ട് ഇരിക്കുമോ? മിക്സഡ് ക്ലാസ് ആയിരിക്കുമോ? അല്ലെങ്കിൽ അവരെ പഠിപ്പിക്കുന്ന അധ്യാപകര് വനിതാ അധ്യാപകര് മാത്രമായിരിക്കുമോ? പരസ്പരം മുഖത്തോട് മുഖം നോക്കാനുള്ള അനുവാദം അവർക്കുണ്ടായിരിക്കുമോ? ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടറിയേണ്ടിയിരിക്കുന്നു. അതവിടെ ഞാനിവിടെ പറയുന്ന സ്ത്രീകളുടെ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട്, അവരുടെ സർഗാത്മകത പ്രകടിപ്പിക്കാനുള്ള അവസരവുമായി ബന്ധപ്പെട്ട് നിരവധി രാജ്യങ്ങളിൽ ഇത്തരത്തിലുള്ള റെസ്ട്രിക്ഷൻസ് ഉണ്ട്. പക്ഷേ ഇസ്ലാം മതം ഔദ്യോഗിക മതമായി സ്വീകരിച്ചിട്ടുള്ള പല രാജ്യങ്ങളും അതിൽ നിന്ന് വേറിട്ടും ചിന്തിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരുപാട് രാജ്യങ്ങൾ സിനിമ പോലുള്ള സംവിധാനങ്ങളിലേക്ക് കടന്ന് സ്ത്രീകളുടെ സർഗാത്മക ആ ഒരു കഴിവ് പ്രകടിപ്പിക്കാൻ, അവരുടെ ബൗദ്ധിക കഴിവ് പ്രകടിപ്പിക്കാൻ ഒക്കെയുള്ള അവസരങ്ങൾ സ്ത്രീകൾക്ക് കൊടുക്കുന്ന മുസ്ലിം മതരാജ്യങ്ങളുണ്ട്. കാരണം അത് ഇസ്ലാമിനെ പൊതുജനാധിപത്യ സമൂഹം അല്ലെങ്കിൽ പുരോഗമന സമൂഹം സ്വാധീനിക്കുന്നതിൻ്റെ ലക്ഷണങ്ങളായിട്ട് വേണം അതിനെ കാണാൻ. പക്ഷേ ഇസ്ലാം എന്തു പറയുന്നു എന്ന് ചോദിച്ചാൽ കൃത്യമാണ്. അത് കാന്തപുരം നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. സ്ത്രീകൾ പൊതുരംഗത്ത് വരാൻ പാടില്ല, അവർക്ക് ബുദ്ധിയില്ല, അവർ വീട് മാത്രം ഭരിക്കാൻ വിധിക്കപ്പെട്ടവരാണ്, അവർ നിയോഗിക്കപ്പെട്ടവരാണ്. വീട്ടിലെ കുഞ്ഞുങ്ങളെ പ്രസവിക്കുക, കുട്ടികളെ നോക്കുക, വീട് കാത്തുരക്ഷിക്കുക, ഇതിനപ്പുറത്തേക്ക് സ്ത്രീകൾ പൊതുരംഗത്ത് വരാൻ പാടില്ല, അത് സർവനാശത്തിന് കാരണമാകും എന്ന് പറഞ്ഞിട്ടുള്ളത് കാന്തപുരമാണ്. അപ്പോൾ കാന്തപുരത്തിന്റെ ഈ അഭിപ്രായം പുതുതല്ല, വളരെ വ്യാപകമായിട്ട് ഇതിനു മുൻപ് ചർച്ച ചെയ്യപ്പെട്ടതാണ്. ഇസ്ലാമിൽ സ്ത്രീകളുടെ സ്ഥാനത്തെ സംബന്ധിച്ചുള്ള നിലപാടാണ് കാന്തപുരം വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ളത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഓക്കെ.